ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 4-5 വെളുത്തുള്ളി അല്ലി, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് വഴറാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന ഓരോന്നായിട്ട് ക്യാപ്സിക്കം, ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കീറി വെച്ചിരുന്ന പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത്, പിന്നെ ഞാൻ ഗരം മസാല പൊടിക്കാത്തതാണ് ചേർത്തത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറാൻ വിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അതിനുശേഷം ഞാൻ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുത്ത്, പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, അരപ്പിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത്, അരപ്പ് നല്ല കുറുകിയ ഒരു രീതിയിൽ എടുക്കണം. മുട്ടക്കറിക്ക് ഒരുപാട് വെള്ളം പോലെ ആവരുത്, നല്ല ഗ്രേവി പോലെ ഇരിക്കണം. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി. ഞാൻ മുട്ട പിന്നെ കുക്കറിൽ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉപ്പിടാതെ തന്നെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനതൊന്ന് വരഞ്ഞിട്ട് മുട്ട വരഞ്ഞ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് എല്ലാവരും നോക്കണം. അപ്പം എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.